ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുടെ ആഗ്രഹിക്കുന്നു. അപ്പൊ നിന്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. സർപ്രൈസ് ആയിട്ട് കേക്ക് മുറിക്കാൻ പ്ലാൻ ചെയ്തിട്ട് അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇന്നും കൂടിയും കൂടെ കൊണ്ടുവരാണ് എൻ്റെ ഫ്രണ്ട്സ്. നമ്മൾ നേരെ ആരിസ് റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടുള്ളത്. എല്ലാവരോടും പാട്ടൊക്കെ പാടാൻ പറഞ്ഞിട്ട് ഞാനങ്ങോട്ട് കേക്ക് മുറിക്കാൻ. നമ്മളെ ലൈഫിലുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്നത് നമ്മളെ ഫ്രണ്ട്സാണല്ലേ. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഫ്രണ്ട് സർക്കിള് അടിപൊളിയായി കഴിഞ്ഞാൽ ലോകത്ത് ഏത് മുക്ക് പോയി കഴിഞ്ഞാലും നമ്മൾ അടിപൊളിയായിട്ടിരിക്കും. അതിൻ്റെ ഏറ്റവും അടിപൊളി ഉദാഹരണമാണ് എൻ്റെ വീഡിയോ. എന്തൊരു ആവശ്യത്തിനാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരാൻ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ലൈഫിൽ എത്രത്തോളം കഷ്ടപ്പെട്ട് നിൽക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ എന്തൊക്കെ സങ്കടങ്ങളുണ്ടെങ്കിലും നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരടിപൊളിയാണെന്നുണ്ടെങ്കിൽ ഗൾഫല്ല ഏത് ഗുദാമായാലും നമുക്ക് അടിപൊളിയായിരിക്കും. ഏകദേശം ഒരു 2 ആഴ്ച മുന്നേ മുതൽ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എത്തിപ്പിക്കുക ഏകദേശം 12 മണി കഴിഞ്ഞു. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. ഇതൊരു അറബിക് റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ടറിലിരിക്കുന്ന അറബിക് സ്റ്റാഫാണ്. അപ്പോൾ അവർക്ക് അറബി അല്ലാതെ വേറൊരു ഭാഷ അറിയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളെ കൂട്ടത്തിലെ അറബിക് കലക്കി കുടിച്ച ഷമ്മാസാണ് ഫുഡ് ഓർഡർ ചെയ്ത്. ഇനിയിപ്പോൾ ഓൻ പറഞ്ഞത് അറബിക്ക് അറിയാനായിട്ടാണോ അറബി പറഞ്ഞ ഓൻ അറിയാനായിട്ടാണോ എന്നറിയില്ല. നമ്മൾ ഓർഡർ ചെയ്തതിൻ്റെക്കാട്ടും 1-2 സാധനങ്ങൾ എക്സ്ട്രാ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ബെഡ്ഷീറ്റ് പോലുള്ളൊരു സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓനോട് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞേ അല്ലാണ് ഈ സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. ഇത്ര ഹെവി ഫുഡ് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫുഡായിരുന്നു ഇവിടെ ഉള്ളത്. പിന്നെ വീഡിയോയിലുള്ള വോയിസ് ഒന്നും കട്ട് ചെയ്യാതെ തന്നെ ഇടണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഇട്ടത്. നാട്ടിൽ നിന്ന് വന്നിട്ടേ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സായതിൻ്റെ കൂട്ടുകാരും അവരുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള കുറേ നല്ല നിമിഷങ്ങളുമാണ്. ഇജാസാണ് ഈ വായ തുറക്കുന്നത്. ഗ്രില്ല് ഹമൂസ് അത് രണ്ടും പറയാൻ വേണ്ടി മാത്രം. പിന്നെ നമ്മളെ ജിത്തു മാസ്റ്ററിനെ ഡയറ്റ് ആയതുകൊണ്ടേ ഓന് കൂടുതലായിട്ട് റൈസ് ഒന്നും കഴിച്ചില്ല. റൈസ് കഴിക്കാൻ പറ്റില്ല അത്രേ. ഓയിൽ ചേർത്തിട്ടുള്ള ഗ്രില്ല് എത്ര വേണമെങ്കിലും കഴിക്കാന്നാണ് ജിത്തു മാസ്റ്റർ പറഞ്ഞത്. ആദ്യം ടേബിളിൽ നിന്ന് നീക്കുന്ന ആൾക്കാരാണല്ലോ പൈസ കൊടുക്കുക. അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് പിന്നെയാണ് ഓർത്തത്. എപ്പോൾ നീച്ചാലും ഞാൻ വേണം പൈസ കൊടുക്കാം. കാരണം എൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.